അപ്പൊ നമ്മളുടെ ക്ലാസ് ഇന്നത്തോടുകൂടി കഴിഞ്ഞു കേട്ടോ. മറ്റന്നാൾ എല്ലാവർക്കും എക്സാം തുടങ്ങുന്നത് എല്ലാവരുടെ ഓക്കെ. മറ്റന്നാള് ഉച്ച കഴിഞ്ഞല്ലേ. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഉണ്ണിക്കുട്ട, നിന്നോട് പ്രത്യേകിച്ച് നിനക്ക് നീ ഭയങ്കര പുറകോട്ടായിരുന്നു. അപ്പൊ ഇത്ര നേരം ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. ആർക്കും ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. എക്സാം കഴിഞ്ഞ് പേപ്പർ ഇവിടെ കൊണ്ടുവരുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മാർക്കൊക്കെ കുറഞ്ഞു, ഞാനിവിടെ പഠിപ്പിച്ചതല്ല അവിടെ വന്നേക്കണമെങ്കിൽ ഓക്കെ. പഠിപ്പിച്ച കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾ എഴുതാണ്ട് എങ്ങാനും ഇങ്ങോട്ട് പേപ്പറും കൊണ്ട് വന്ന അപ്പം ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയാം. ഉണ്ണിക്കുട്ടൻ, നിന്നോട് പ്രത്യേകിച്ച് പറയാം, എന്റെ മാനം കളയരുത്. നിന്നോട് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് ഇരുന്ന് നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതണമെന്ന് ഞാൻ 2 ആഴ്ച മുന്നേ നിങ്ങളോട് എല്ലാവരോടും പറയാനാണ്. ഉണ്ണിക്കുട്ടിനോട് മാത്രമല്ല എല്ലാവരോടും കൂടി. ഉണ്ണിക്കുട്ടി ഇച്ചിനോടും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം മറ്റന്നാളത്തെ എക്സാം നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പം ഇനി ഇന്ന് സ്കൂൾ തുറക്കണ എക്സാം ഒക്കെ കഴിഞ്ഞ് എക്സാമിന്റെ ഇടയ്ക്കൊന്നും എല്ലാവർക്കും കണ്ടിന്യൂസ് ഡേയ്സ് എക്സാം അല്ലേ ഉള്ളത്. സൺഡേയും സാറ്റർഡേ മാത്രം ഓക്കെ അവധിയുള്ളൂ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ എന്നോട് ചോദിച്ചോ, അല്ലെങ്കിൽ വന്നോ. വീട്ടിലോട്ട് ഉണ്ടാവും, ഞാൻ ഉണ്ടാവും. അപ്പൊ വന്ന് ചോദിച്ചോ. പിന്നെ എല്ലാവരും നന്നായിട്ട് എഴുതാം. ഓക്കെ. അപ്പൊ വേറെ ആർക്കും ഒരു ഡൗട്ടും ഇല്ല അല്ലേ? എല്ലാവരും പുസ്തകം അടച്ചു വെച്ചോ. പോകാൻ സമയം ഒരു അരമണിക്കൂറും കൂടി ഉണ്ടല്ലോ, അത് കഴിയട്ടെ. പിന്നെ വേറെന്താണ്? നേരത്തെ ഇടാന്നൊക്കെ വിചാരിച്ചോണ്ട് ഭയങ്കര മഴയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ആ പുസ്തകം എടുത്ത് ഇവിടെ വാങ്ങിക്കും. ലൈബ്രറി ഒക്കെ ഇല്ല എല്ലാവരും ടീച്ചർ. പഠിക്കട്ടോ. ഓക്കെ ടീച്ചർ. ഒരു കാര്യം ചെയ്യാം, എല്ലാവരെയും പുസ്തകം എടുത്ത് പഠിച്ചോ. ഉണ്ണിക്കുട്ടിന് ഡൗട്ടോ? എല്ലാരും കേക്കട്ടെ ഉണ്ണിക്കുട്ടിന്റെ ഡൗട്ട്. എന്താ നിങ്ങളുടെ ഏത് ചാപ്റ്ററിലെ? ഇപ്പൊ ലോകം അവസാനിക്കണല്ലോ, നാളെ നിനക്ക് പരീക്ഷയില്ലേ? ഇപ്പൊ ലോകം അവസാനിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയാം. എന്റെ ഉണ്ണിക്കുട്ട, നിന്റെ സംശയം പോലെ ലോകം അവസാനിക്കുമ്പോ എന്താ പറയാ, ഭയങ്കരമായ ഇടി, മിന്നല്, കാറ്റും മഴ പേമാരിയായിട്ട് പെയ്യാനും സുനാമി ഉണ്ടാവും. ലോകാവസാനത്തിൽപ്പെട്ട ആരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്കത് അറിയില്ല. നമുക്ക് മുൻകൂട്ടി ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ അറിയാന്നല്ലേ ഉള്ളൂ. നീ ഇപ്പൊ പുസ്തകത്തിൽ എന്തെങ്കിലും കാര്യം നോക്കി പഠിക്കും. മുൻകൂട്ടെ ലോകാവസാനത്തെ കുറിച്ചാണ് ചോദിക്കണേ. നല്ല എക്സാമിൽ ലോകാവസാനത്തെ കുറിച്ച് എഴുതി വെച്ചായിട്ടാ. എന്ത്